നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കളത്തിലെ തോൽവിയൊക്കെ സാധാരണമാണ്. പക്ഷെ കളി കഴിഞ്ഞാൽ എതിർ ടീം കോച്ചിന് കൈ കൊടുത്തു പോവുക എന്നുള്ളത് സാധാരണ കോച്ചുമാർ ചെയ്യാറുള്ള ഒരു കാര്യമാണല്ലോ. അതാണ് അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എന്നാൽ ഇന്നലെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിനോട് പൊട്ടിയ ഉനായി എമറി, ആസ്റ്റൺ വില്ല തോറ്റപ്പോൾ അവരുടെ കോച്ച് ഉനായി എമറി ആട്ടിറ്റയെ കാത്തു നിന്നില്ല, കൈ കൊടുക്കാൻ നിന്നില്ല, നേരെ ടണലിലേക്ക് വെച്ച് പിടിച്ചു. സംഭവം വിവാദമായി. ആർട്ടിറ്റ അവിടെ തൻ്റെ സഹകോച്ചുമാർക്കൊക്കെ കൈ കൊടുത്തിട്ട് നേരെ വരുന്നുണ്ട്. ഉനായി എമറി എവിടെയെന്ന് അദ്ദേഹം നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും എമറി കയറി ടണലിലേക്ക് പോയിരുന്നു. ഒരു സെക്കൻഡ് അദ്ദേഹം വെയിറ്റ് ചെയ്തിട്ടില്ല. ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ന്യായീകരണവുമായിട്ട് എമറി വരുന്നത്, കളി കഴിഞ്ഞാൽ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പണൻ കോച്ചിന് കൈ കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വന്തം സഹകോച്ചുമാർക്കൊക്കെ കൈ കൊടുക്കുന്നത്. എൻ്റെ റൂൾ അതാണ്. എൻ്റെ റൂളല്ല അയാൾ ഫോളോ ചെയ്യുന്നെങ്കിൽ പിന്നെ എനിക്കാരും വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ കയറിപ്പോയത് എന്ന് തന്നെ കൃത്യമായിട്ട് ഉനായി എമറി പറയുന്നു. സംഗതി വിവാദമായി. അദ്ദേഹത്തോട് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ഒന്ന് കേട്ട് നോക്കുക. Last question then, if you can clear this up for us. What happened at full time? Because you seemed to go down the tunnel very quickly and didn't shake hands with Mikel Arteta. What happened there, Unai? Yes, I was waiting for him, but he was with his coaches. And always my routine is go with the first one with the opponent coach, shake hand, and then go with or inside or with my coaches. But firstly, always is to go with the opponent coach. If he's not doing the same rule, I can't wait. But nothing happened. അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സംഗതി ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ആർട്ടിറ്റ വന്നില്ല. ആർട്ടിറ്റ അവിടെ സഹകോച്ചുമാർക്കൊക്കെ അസിസ്റ്റൻറ്റ് കോച്ചുമാർക്ക് കൈ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ രീതി അങ്ങനെയല്ല. ഞാൻ കളി കഴിഞ്ഞാൽ ഓൾവേസ് ആദ്യം ഓപ്പണൻ കോച്ചിനെ പോയി കാണും, കൈ കൊടുക്കും. അതിനുശേഷം മാത്രമാണ് എൻ്റെ സഹകോച്ചുമാരെയൊക്കെ ഞാൻ കൈ കൊടുക്കുക. അപ്പം എൻ്റെ റൂൾ അങ്ങനെയാണ്. അതുപോലെയല്ല അദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ കയറിപ്പോയെന്ന് പറഞ്ഞു. പക്ഷേ ആ വീഡിയോ, ആ രംഗം കണ്ട എല്ലാവർക്കും മനസ്സിലാവും, ഒരു സെക്കൻഡ് ഉനായി എമറി വെയിറ്റ് ചെയ്തിട്ടില്ല. ഫൈനൽ വിസിൽ മുഴങ്ങുന്നു. അദ്ദേഹം നേരെ ടണലിലേക്ക് കയറി പോകുന്നു. തോറ്റാൽ അത് സമ്മതിക്കണം. തോൽവിയൊക്കെ സാധാരണമാണ്. പലപ്പോഴും ഉനായി എമറിയെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ആക്ഷേപം കൂടിയുണ്ട്, തോൽവിയൊക്കെ വളരെ പേഴ്സണലായിട്ട് എടുക്കുന്നുവെന്ന്. പോട്ടെന്നേ, സീസണിൽ നല്ല പ്രകടനമല്ലേ നിങ്ങളുടെ ടീം കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ ഈ കളി തോറ്റു, അത് ആഴ്സണലിനോടല്ലേ തോറ്റ. ആഴ്സണൽ ഈ സീസണിൽ വല്ലാത്തൊരു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കളി തോറ്റു, 10-11 കളി തുടർച്ചയായി വിജയിച്ചു വരുന്നതല്ലെന്നേ. ഇതൊന്നും ഇങ്ങനെ പേഴ്സണലായിട്ട് എടുക്കാതെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.